Hey everyone, welcome back to the channel. Hope you're having an amazing day. റോട്ട്വെയിലർ നായകൾ സാധാരണയായി ശക്തിയുള്ളവയും ധൈര്യശാലികളുമായവയാണ്. പലരും ഈ ജാതിയെ അപകടകാരിയെന്ന് കരുതുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഇത് നിരവധി ഘടകങ്ങളിൽ ആശ്രിതമാണ്. ശരിയായ പരിപാലനവും പരിശീലനവും ലഭിക്കുമ്പോൾ ഈ നായകൾ വിശ്വസ്തരായും സ്നേഹമുള്ളവരുമായിരിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവ അപകടകരമായി തീരാൻ സാധ്യതയുണ്ട്. റോട്ട്വെയിലർമാർ അതീവ ശക്തിയുള്ളവരാണ്. ഇവരുടെ കടിച്ചുപിടിക്കാനുള്ള ശേഷി അത്യന്തം ശക്തമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ ആക്രമണഭാവം പ്രകടിപ്പിച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ കടുത്ത പ്രയാസമാകാം. റോട്ട്വെയിലർമാർ പ്രകൃതിയാൽ തന്നെ സംരക്ഷണഭാവം പുലർത്തുന്നവരാണ്. അതിനാൽ അവരുടെ കുടുംബത്തെയോ ആസ്വദിക്കുന്ന സ്ഥലത്തെയോ ഭീഷണിയെന്ന് തോന്നിയാൽ അവർ കടുത്ത പ്രതികരണം നടത്താൻ സാധ്യതയുണ്ട്. റോട്ട്വെയിലർ നായകൾ വളർത്തുമ്പോൾ ശക്തമായ പരിശീലനം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവ അനുസരണയും നിയന്ത്രണവും കാട്ടൂ. തെറ്റായ രീതിയിൽ വളർത്തിയാൽ അല്ലെങ്കിൽ കൃത്യമായ പരിശീലനം ലഭിക്കാതെയെങ്കിൽ അവിടത്തെ ഒരു ഗുരുതരമായ ഭീഷണിയാകാം. ചെറുപ്പത്തിൽ തന്നെ മനുഷ്യ മനസ്സിലാക്കലും ഇനിയായ മറ്റു മൃഗങ്ങളോടുള്ള പരിചയവും കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവ വളരുന്നതിയോളം അക്രമാസക്തരാകാൻ സാധ്യതയുണ്ട്. റോട്ട്വെയിലർ വളർത്തുന്നവർ നിർബന്ധമായും അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കണം. അവരെ അക്രമാസക്തരാക്കുന്ന രീതിയിൽ വളർത്തുകയോ അവയുടെ പ്രകൃതിദത്ത ഗുണങ്ങൾക്കുള്ള പിന്തുണ പുറത്തുകയോ ചെയ്താൽ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. റോട്ട്വെയിലർമാരുടെ ചരിത്രം നോക്കുമ്പോൾ ഇവയെ പ്രഥമമായി മൃഗങ്ങളെ കാവൽ കാത്തതിനും മേയത്തിനും ഉപയോഗിച്ചിരുന്നു. അതിനാൽ അവയുടെ ശാരീരികക്ഷമതയും ആത്മവിശ്വാസവും വളരെയധികം. റോട്ട്വെയിലർമാർ വിശാലമായ ഇടങ്ങൾക്ക് പ്രിയമുള്ളവരാണ്. അവയെ ചെറിയ ഇടങ്ങളിൽ നീണ്ട സമയത്തേക്ക് വെക്കുന്നത് അതിന്റെ മാനസികാരോഗ്യത്തിനും സ്വഭാവത്തിനും ദോഷകരമാകും. ഇവ കുടുംബത്തിന് വളരെ സ്നേഹമുള്ളവരാണ്. പക്ഷേ അവരോടും അവർ വിശ്വസിക്കുന്നവരോട് മാത്രമേ ഇളക്കമുണ്ടാവുകയുള്ളൂ. അതിനാൽ പരിചയമില്ലാത്ത ആളുകളോട് താൽക്കാലികമായ അതിക്രമങ്ങൾ കാട്ടാൻ സാധ്യതയുണ്ട്. അപരിചിതരായ ആളുകൾ അതീവ ഉദ്ദേശവുമില്ലാതെ സമീപിക്കുമ്പോൾ റോട്ട്വെയിലർമാർ അപ്രതീക്ഷിതമായ പ്രതികരണം കാട്ടാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോ മറ്റ് ജീവികളോ ഉണ്ടെങ്കിൽ ജാഗ്രത വേണം. ഇവയ്ക്ക് ദിവസേന നല്ല രീതിയിൽ വ്യായാമം നൽകണം. ദീർഘനേരം ശാരീരിക പ്രവർത്തനമില്ലെങ്കിൽ അവ ചൊടിപ്പിച്ച സ്വഭാവം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റോട്ട്വെയിലർ ഒരു വിശ്വസ്തനായ കാവലാളനാകണമെങ്കിൽ അതിനെ എപ്പോഴും സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും വളർത്തണം. കഠിനമായ ശിക്ഷാരീതികൾ അവയെ കൂടുതൽ അക്രമാസക്തരാക്കും. റോട്ട്വെയിലർമാർക്ക് കൂടുതൽ ഉന്മേഷമുള്ള സ്വഭാവമാണുള്ളത്. അതിനാൽ ചിലപ്പോൾ അവ ഉയർന്ന ശബ്ദങ്ങളിൽ പ്രതികരിക്കാം. നല്ല നായ വളർത്തലിനായി ഉടമയുടെ മനോഭാവവും പ്രധാനമാണ്. ക്രൂരതയോ അവഗണനയോ കാണിക്കുമ്പോൾ നായ താനൊരു ഭീഷണിയാണെന്ന് കരുതാൻ തുടങ്ങും. നിങ്ങളുടെ നായയെ സംരക്ഷിക്കാൻ അതിനുള്ള ശിക്ഷണവും പരിശീലനവും നൽകേണ്ടത് അനിവാര്യമാണ്. മികച്ച പരിശീലനം ലഭിച്ച റോട്ട്വെയിലർ ഒരു മികച്ച കുടുംബ നായയാകും. വളർത്തിയ നായകൾ അപകടകരമാകാതിരിക്കാൻ അവയെ ഒരുപാട് മനസ്സിലാക്കിയും ഇഷ്ടപ്പെട്ടവരായും വളർത്തണം. ശരിയായ പരിശീലനം, സാമൂഹികവൽക്കരണം, വ്യായാമം എന്നിവ ഇല്ലെങ്കിൽ മാത്രമേ റോട്ട്വെയിലർമാർ അപകടകരമാകൂ. റോട്ട്വെയിലർ ഒരു അപകടകാരിയായ നായയാണോ എന്നതിനേക്കാൾ അവ ശരിയായ പരിചരണത്തോടെയുള്ള ഒരു വിശ്വസ്ത കൂടുകാരനാണോ എന്ന് നോക്കുകയാണ് പ്രധാനം. ഉചിതമായ വളർത്തൽ നൽകി അവയെ മനസ്സിലാക്കി അവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഇവ ഭീഷണി അല്ലെങ്കിൽ അപകടമാകില്ല.